ഇന്ന് കുറച്ച് ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇവിടെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്ത് കോരണം കേട്ടോ. അത് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതേ എണ്ണയിൽ തന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് തീന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇളക്കി ഒന്ന് ചൂടായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഒന്ന് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചട്ടിക്കകത്താണ് ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോകുന്നത്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ കൂട്ട് തട്ടി കൊടുക്കണം. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വറ്റി കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.